നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ടൈം ന്യൂസിന്റെ ഈദാശംസകൾ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നാടെങ്ങും ശുചിത്വ പ്രഖ്യാപനം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും പ്രഖ്യാപനങ്ങൾ നടന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പുഴ തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. യോഗ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ആദരവൊരുക്കുന്ന മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ആര്യാട് ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിന്റെ ഒരു മാസം കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാ പ്രിയപ്പെട്ട ടൈം ചാനൽ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അതിരില്ലാത്ത സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അറിവുകളാണ് പെരുന്നാൾ സമ്മാനിക്കുന്നത്. പുണ്യം പെയ്തിറങ്ങുന്ന റംസാൻ മാസത്തിലെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട വിശ്വാസികൾ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. 29 ദിനം നീണ്ട വ്രതനാളുകളിലൂടെ കൈവരിച്ച ആത്മീയ വിശുദ്ധിയുടെ പൂർത്തീകരണമായാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ് എന്ന അറബിക് പദത്തിന് ആഘോഷമെന്നും ഫിത്തർ എന്ന പദത്തിന് നോമ്പു തുറക്കൽ എന്നുമാണ് അർത്ഥം. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ 30 ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മവിശുദ്ധിയോടെയും ഊർജ്ജത്തോടെയുമാണ് ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ സന്ദേശം നൽകുന്ന ആഘോഷം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം. ഈദ് നമസ്കാരമാണ് ഈ ദിനത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. ഫജർ നമസ്കാരത്തിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാൽ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇമാം നിർവഹിക്കുന്ന പ്രസംഗമാണ് ഖുതുബ പ്രസംഗത്തിന് ശേഷം സൗഹൃദങ്ങളെയും കുടുംബങ്ങളെയും ആലിംഗനം ചെയ്തും മധുരം നൽകിയും ആഘോഷത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കമാകും. കുടുംബ വീടുകൾ സന്ദർശിച്ച ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതാണ് പ്രധാനമായും പെരുന്നാളിന്റെ രീതി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ടൈം ചാനലിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നാടെങ്ങും ശുചിത്വ പ്രഖ്യാപനം നടന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും ശുചിത്വ പ്രഖ്യാപനങ്ങൾ നടന്നത്. വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നാടെങ്ങും ശുചിത്വ പ്രഖ്യാപനം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും പ്രഖ്യാപനങ്ങൾ നടന്നത്. ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രഖ്യാപനം. ആലപ്പുഴ നഗരസഭ, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക് പഞ്ചായത്തുകളിൽ നടന്ന ശുചിത്വ പ്രഖ്യാപനം എക്സലാം MLA നിർവഹിച്ചു. ഏതൊരു ശുചിത്വ പദ്ധതി വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റമാണ്. കാരണം മാലിന്യം സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ്. ആ സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ മാറ്റം സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മൾ ഇത്തരം സ്കീമുകൾ മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ചു കഴിഞ്ഞാലും അത് തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് നേരിടുന്ന ഈ ശുചിത്വ രംഗത്തുള്ള ഈ പ്രയാസം പരിഹരിക്കാൻ ഗവൺമെന്റ് വലിയ സ്കീമുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസമാണ്. സമൂഹത്തിന്റെ മനസ്സിൽ ഈ കാര്യത്തിൽ മാറ്റം പലപ്പോഴും സംഭവിക്കാറില്ല. നഗരപ്രദേശങ്ങൾ, വിദ്യാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുയിടങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ഹരിതവീതി എന്നിവയുടെ ഹരിത പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. മുതിർന്ന ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, DTPC, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വീടുകൾ, സ്ഥാപന ഉടമകൾ, മാതൃകാ മാലിന്യ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ, കനാൽ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്തും പൊതുയിടങ്ങൾ ശുചിത്വ സന്ദേശ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആവശ്യമായ ജൈവ അജൈവ ബിന്നുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചും ഖരദ്രവ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തുമായിരുന്നു പ്രഖ്യാപനം. വിവിധയിടങ്ങളിലായി നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് എന്നിവർ അധ്യക്ഷരായി. ശുചിത്വ സന്ദേശവും പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ വൈസ് ചെയർമാൻ PS M ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, കൗൺസിലർമാർ,
ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, മറ്റ് ജനപ്രതിനിധികൾ, മാലിന്യമുക്തം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തലവടിയിൽ ആശാവർക്കർമാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുടിമുറിക്കൽ സമരം നടത്തി. ആശമാരുടെ ജീവിത സമരം അധികാരികളെ അന്ധന്മാരെ ക്രൂരന്മാരെ വഞ്ചകരെ വ്യാപക സമരം സിന്ദാബാദ് നിരാഹാര സമരം സിന്ദാബാദ്. ആലപ്പുഴയിൽ മുടിമുറിച്ച് ആശാവർക്കർമാരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആലപ്പുഴ തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ 50-ാം ദിവസത്തെ മുടിമുറിക്കൽ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും പ്രതിഷേധം അരങ്ങേറിയത്. നിരാഹാര സമരത്തിന് ഈ സർക്കാർ അനുഭാവപൂർണമായ ഒരു ചർച്ചയ്ക്ക് വരികയാട്ടെ, നമ്മുടെ ഒരു ഡിമാൻഡുകൾ അംഗീകരിക്കുകയാട്ടെ ഒന്നും ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ വളരെയധികം കഷ്ടതയോടും വേദനയോടും കൂടിയാണ് നമ്മുടെ സഹോദരിമാരെ സെക്രട്ടേറിയറ്റ് പടിക്കല് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ പോകാൻ സാധിക്കാത്തതിനാൽ ഇന്ന് ഞങ്ങളുടെ ആ ഒരു പ്രതിഷേധം, ആ ഐക്യദാർഢ്യം, ഞങ്ങളുടെ സഹോദരിമാരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ തലവടി PHSലെ കേരള ഹെൽത്ത് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇന്ന് മുടി മുറിച്ച് പ്രതിഷേധം ഞങ്ങളെ അറിയിക്കുകയാണ്. 17 ആശാവർക്കർമാരാണ് തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെത്തി മുടി മുറിച്ചത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തലവടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൺവീനർ ഇന്ദിര അനിൽകുമാർ, കോർഡിനേറ്റർ സുജ തോമസ്, പ്രസിഡന്റ് സ്നേഹമ്മ സാബു, വൈസ് പ്രസിഡന്റ് സതി വിനോദ്, ആശാ പ്രസാദ്, ശ്യാമള പൊന്നപ്പൻ, കൊച്ചുമോൾ സജി, ജ്യോതി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. യോഗ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ആദരവൊരുക്കുന്ന മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. യോഗ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ആദരവൊരുക്കുന്ന മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ നടത്തി. ചേർത്തല യൂണിയൻ അങ്കണത്തിലെ ഗുരുദേവ വിശ്വധർമ്മ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വാഹനജാഥ മേഖലാ കൺവീനർ PD ഗഗാറിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർമാൻ രവീന്ദ്രൻ അഞ്ജലി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ ഇന്ദീവരം, JP വിനോദ്, R രാജേന്ദ്രൻ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PS ജ്യോതിസ്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഗംഗ പ്രസാദ്, സെക്രട്ടറി ധനേഷ് ചെങ്ങണ്ട, രാജേഷ് കണ്ടമംഗലം, സ്വരാജ്, നിതിൻ, ജയൻ, പ്രഭാജി എന്നിവർ നേതൃത്വം നൽകി. മേഖലയിലെ 45 ശാഖകളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് കടക്കരപ്പള്ളി 552-ാം ശാഖയിൽ നടന്ന സമാപന യോഗം മേഖലാ ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന 2025 ഏപ്രിൽ 11 വെള്ളിയാഴ്ച ചേർത്തലയിൽ നടക്കുന്ന മഹാസംഗമം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ചരിത്ര സംഭവമായിരിക്കും. 30 ആണ്ട് 3 പതിറ്റാണ്ട് ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഞങ്ങൾ പറയുന്ന ശ്രേഷ്ഠ വ്യക്തിത്വം, മറ്റൊരാൾക്കും കഴിയാത്ത ആ വ്യക്തിത്വത്തെ അതിൻ്റെ ആദരവിൽ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനോടൊന്നിച്ച് 4 മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ആ വേദിയിൽ എത്തിച്ചേരുന്നു. ഒപ്പം നമ്മുടെ SNDPയുടെ യൂണിയൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന SN ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ പ്രതിഭകളെയും ഇങ്ങോട്ട് അയക്കുന്നു. ഒപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ശാഖായോഗങ്ങളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുക, യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക, വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുക, അതുകൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഒരു സ്വീകരണ ചടങ്ങിനോടൊപ്പം നടക്കുന്ന ഉജ്ജ്വലമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് K ഷാജി അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺകുമാർ നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. ആര്യാട് ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു. എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഏതൊരു വ്യക്തിയെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയും തളർത്ത് കളയുന്നതിനോടൊപ്പം ആ വ്യക്തിയുടെ കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് ഐക്യദാർഢ്യം. ആര്യാട് ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനപ്രകാരമാണ് പരിപാടി ഒരുക്കിയത്.
അക്ഷരമാണ് ലഹരി, അറിവാണ് ലഹരി, വായനയാണ് ലഹരി, മറ്റ് ലഹരികൾ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരുക്കിയ ജനകീയ കൂട്ടായ്മയിലും ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയിലും നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്തു. ഐക്യഭാരതം ഗ്രന്ഥശാല ആൻഡ് വായനശാലയ്ക്ക് മുന്നിൽ നടന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മ ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ അവസാനതയോടുകൂടി ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിപത്താണ് ലഹരി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നെല്ലാം മാറി മനുഷ്യന്റെ ബോധം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള രാസലഹരിയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത തരത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തിയതിൻ്റെ വാർത്ത വായിക്കാൻ നമ്മൾ നിർബന്ധിതമാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് സി കെ സുകുമാരപ്പണിക്കർ അധ്യക്ഷനായി. ആര്യാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിപിൻ രാജ് ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയിൽ ആര്യാട് ഭാർഗവൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രൊഫസർ സി വി നടരാജൻ, വാർഡ് മെമ്പർ സിനിമോൾ ജോജി, ഗ്രന്ഥശാല നേതൃത്വ സമിതി ചെയർമാൻ ആർ ലക്ഷ്മണൻ, ഗ്രന്ഥശാല സെക്രട്ടറി എൻ ഹരിലാൽ, ജോയിന്റ് സെക്രട്ടറി ബി ബിനു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. വയലാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ വിളംബര ജാഥയും 2024-25 പദ്ധതിയിൽ അംഗനവാടികൾക്കുള്ള അടുക്കള ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. ചേർത്തല വയലാർ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ സന്ദേശ വിളംബര ജാഥയും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള അംഗനവാടികൾക്കുള്ള അടുക്കള ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. മാർച്ച് 29 ശനിയാഴ്ച വൈകിട്ട് നാഗംകുളങ്ങര കവലയിൽ നടന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ല, നമ്മൾ കൊണ്ട് കളയുന്നത് തന്നെയാണ്. നമ്മൾ ആണ് ഈ മാലിന്യം മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്തോ ഒരു ഭംഗികേടുണ്ടെന്നുള്ളതിൻ്റെ പേരിലല്ല, ഇത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമാവുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. 25 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് ഒരു തോട്ടിലേക്ക് ഇറങ്ങി കയ്യിലിച്ച് വെള്ളം കോരി മുഖം കഴുകുന്നു, കയ്യും കാലും കഴുകുന്നു. സാധാരണ ഒരു ഗ്രാമീണ മേഖലയിലെ കാഴ്ചയാണ്. ഇന്നൊരു തോടിൻ്റെ വരമ്പത്തുറ പോലും പോകാൻ നമുക്ക് പ്രയാസമാണ്. അത്രമേൽ തോട് കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ്. എങ്ങനെ മാറി? നമ്മൾ തന്നെ കൊണ്ടിട്ടാണ്. മനുഷ്യനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതല്ല. ഇത് നമുക്ക് തന്നെ വലിയ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. മാരകമായ രോഗങ്ങളിലേക്ക് പോലും നമ്മൾ എത്തുന്നു. സകല വേസ്റ്റുകളും, നമ്മൾ വീട്ടിലെ വേസ്റ്റ് മാത്രമല്ല ഫാക്ടറികളിലെ വേസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാം ഇങ്ങനെ കൊണ്ട് തള്ളുന്ന തരത്തിലേക്ക് എത്തി. എന്നിട്ട് നമ്മൾ രോഗം വന്ന് ചികിത്സിക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്. രോഗം വരുന്നതിനേക്കാൾ നല്ലത്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന തങ്കരാജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ വി പ്രതിഭകളെ ആദരിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ, പട്ടണക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ ജനാർദ്ദനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UG ഉണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ SV ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ അർച്ചന ഷൈൻ, വാർഡ് മെമ്പർമാരായ രജി അജയ്കുമാർ, K വിനീഷ്, കവിത ഷാജി, AK ഷെരീഫ്, ജയലേഖ, ദീപക് ബിദാസ്, കുമാരി ലാലി സരസ്വതി, ലിഷിന പ്രസാദ്, KG അജിത്, PK ബിൽകുൽ, കുഞ്ഞുമോൾ സാബു, SRTC കോർഡിനേറ്റർ മറിയാമ്മ, ഹരിതകർമ്മസേന സെക്രട്ടറി ഷാഹിദ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സേതുലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി സരിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ക്ലീറ്റസ് കൃതജ്ഞതയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത കേരളം പ്രഖ്യാപനം നടന്നു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുറവൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കി പ്രഖ്യാപനം നടന്നു. ഇതിൻ്റെ ഭാഗമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് വളവങ്കലം തിരുഹൃദയ ദേവാലയ ഓഡിറ്റോറിയത്തിൽ നിന്ന് വിളംബര ജാഥ ഉണ്ടായിരുന്നു. വിളംബര ജാഥയിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. തുടർന്ന് 3 മണിയോടെ SMGM കോളേജ് ഓഡിറ്റോറിയത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപന യോഗം ചേർന്നു. തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും പ്ലാസ്റ്റിക് രഹിത മാലിന്യമുക്തമാക്കാൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ പറഞ്ഞു. ആശയങ്ങളുടെ പ്രവർത്തനം ഈ ഒരു പരിസമാപ്തിയിലേക്ക്
അറിയാവുന്നതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായി, കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ പ്രദേശത്തെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓരോ സ്ഥലത്തും മാലിന്യം അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ അറിയിക്കും. അത് JCB ഉപയോഗിച്ചു, മാൻപവർ ഉപയോഗിച്ചൊക്കെ നമ്മൾ മാറ്റി എല്ലാം തന്നെ നീക്കം ചെയ്ത് തോടുകൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ സെക്രട്ടറി അതുപോലെ നമ്മുടെ ഉദ്യോഗസ്ഥനാണ് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇതിന് സാധിച്ചു. അത് സാധിക്കുന്നതിലൂടെ ഇനി വരാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഒരു നമ്മൾ നല്ലൊരു ഭാരിച്ചോട് എന്നാണ് നമ്മുടെ പ്രത്യേകം ഭാരിച്ചൊരു കാര്യം. തുടർന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മൊഴി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ജോർജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ സ്വാഗതവും, പഞ്ചായത്ത് അംഗങ്ങളായ അനിത സോമൻ, ജയസുധ, ശൈലജ ഉദയപ്പൻ, സദൻ, വിമല ജോൺസൺ, സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, തുറവൂർ. ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പഞ്ചായത്ത് തല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം അരൂർ MLA ദലീമ ജോജോ നിർവഹിച്ചു. ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പഞ്ചായത്ത് തല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം MLA ദലീമ ജോജോ നിർവഹിച്ചു. ഇന്ന് ചുറ്റിനും ഇതുപോലെ തന്നെ നമ്മൾ വലിച്ചു വാരി എറിയുന്ന മലിന വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ജലാശയങ്ങളെല്ലാം മലിനമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മളുടെ കൊതുകും ഈച്ചയും മറ്റ് രോഗങ്ങൾ പരത്തുന്ന എലി പോലെയുള്ള ക്ഷുദ്രജീവികളെ നമ്മൾ വർദ്ധിപ്പിച്ചു കൂട്ടി അങ്ങനെ ആയിത്തീരുന്നു. നമ്മളെല്ലാവരും ശുദ്ധരാണ്, നമ്മളെല്ലാം ശുഭ്ര വസ്ത്രധാരികളാണ്. എന്നും കുളിക്കുകയും നമ്മുടെ വസ്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനതായിട്ടുള്ള ശൈലി. അത് രാവിലെയും നമ്മൾ കുളിച്ചു മാറും, വൈകുന്നേരം ചെന്നാലും നമ്മൾ കുളിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാം ശുദ്ധരാണ്. പക്ഷേ നമ്മുടെ പരിസരം നമ്മളതുപോലെ ഇടാൻ നമ്മൾ ആ ഒരു ആർജവം കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് പലരുടെയും ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഒരു പച്ചമുളക് എങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് വച്ചു പിടിപ്പിക്കുവാൻ നമ്മുടെ തൊഴിലുറപ്പിൽ ഇവിടെയും സ്ത്രീജനങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷത വഹിച്ചു. ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം സ്വാഗതം ആശംസിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ MK മോഹൻദാസ്, KK ഷിജി, ധന്യ ഗോപിനാഥ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG രമണൻ, CDS ചെയർപേഴ്സൺ വിജി രതീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി J സന്തോഷ് നന്ദിയും രേഖപ്പെടുത്തി. ഓരോ വാർഡുകളിൽ നിന്നും മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനം കാഴ്ചവെച്ച വീടുകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു. CPM കോടന്തുരുത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കേരളത്തിലെ പ്രസിദ്ധമായ പക്ഷി നിരീക്ഷണ കേന്ദ്രമായ ചങ്ങരം വെറ്റ്ലാൻഡിലാണ് ശുചീകരണം നടത്തിയത്. CPM കോടന്തുരുത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷണ കേന്ദ്രമായ ചങ്ങരം വെറ്റ്ലാൻഡിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 100 കണക്കിന് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാടശേഖരങ്ങളിലും വഴിവിളക്കുകളിലും കിടന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും ചില്ലുകുപ്പികളും ശേഖരിച്ചു. പക്ഷികളും വളർത്തുമൃഗങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കുടുങ്ങി മരണമടയുന്നത് ഇവിടെ പതിവാണ്. ഏറ്റവും വലിയ നീർത്തടമായ ചങ്ങരം വെറ്റ്ലാൻഡ് വിനോദസഞ്ചാരികൾ വർദ്ധിച്ചതുമൂലം കൂടുതൽ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവ ശുചീകരിക്കുന്നതിന് നിലവിൽ സംവിധാനമൊന്നും തന്നെയില്ല. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് CPM കോടന്തുരുത്ത് ലോക്കൽ കമ്മിറ്റി ശുചീകരണം നടത്തിയത്. അരൂർ ഏരിയ കമ്മിറ്റി അംഗം PD രമേശൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, ഏരിയ കമ്മിറ്റി അംഗം CT വിനോദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R അനിൽകുമാർ, സ്മിത ഷാബു, സതീശൻ, നവീൻ സൺ എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. CPI പള്ളിപ്പുറം തിരുനെല്ലൂർ ലോക്കൽ സമ്മേളനം നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CPI പള്ളിപ്പുറം തിരുനെല്ലൂർ ലോക്കൽ സമ്മേളനം നടന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി പ്രവർത്തകർ അണിനിരന്നു. പ്രകടനത്തിന് ശേഷം തിരുനെല്ലൂർ കയർ സംഘത്തിന് സമീപം നടന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ V വിനോദ് അധ്യക്ഷനായി. കൺവീനർ KS ബാബു സ്വാഗതം പറഞ്ഞു. D സുരേഷ് ബാബു, MK ഉത്തമൻ, K ബാബുലാൽ, ബീന അശോകൻ, EM സന്തോഷ്, KG രഘുവരൻ, R ദിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല നെടുമ്പ്രക്കാട് SYS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് ഉപഹാര വിതരണവും ദുആ മജ്ലിസും നടത്തി. ഹൃദയങ്ങളെ ഇതിലേവ
ചേർത്തല നെടുമ്പ്രക്കാട് SYS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് ഉപഹാര വിതരണവും ദുആ മജ്ലിസും നടത്തി. നെടുമ്പ്രക്കാട് റിഫായിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ് B ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മഹൽ ഇമാം യൂസഫ് ബാഖവി യോഗം ഉദ്ഘാടനം ചെയ്തു. മജ്ലിസ് മസ്ജിദ് ഇമാം മുഹമ്മദ് നിയാസ് അഹ്സനി, സിറാജുദ്ദീൻ സുഹരി ഷിജാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. VH റിയാസ് നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ചേർത്തല തണ്ണീർമുക്കം ചാലിനാരായണപുരം മഹാക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തന്ത്രി മോനാട്ടില്ലത്തെ കൃഷ്ണൻ നമ്പൂതിരി ദേവസ്വം ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തുടർന്ന് മതപാഠശാലയുടെ ഉദ്ഘാടന കർമ്മം രക്ഷാധികാരി ഡോക്ടർ ദിലീപ് കുമാർ ശിവകൃപ നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മഹീധരൻ ED, വൈസ് പ്രസിഡന്റ് സജീവ്, സെക്രട്ടറി സുമാദേവി S, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ K, സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖ പണിക്കർ, അസിസ്റ്റന്റ് കമ്മീഷണർ വിമൽകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ്, കോർഡിനേറ്റർ രാജലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 7ാം വാർഡ് മെമ്പർ ജയാമണി ടീച്ചർ, 6ാം വാർഡ് മെമ്പർ VP ബിനു, രക്ഷാധികാരി മോഹനൻ നായർ മാധവം, സ്വാഗത സംഘം വൈസ് ചെയർമാൻമാരായ തണ്ണീർമുക്കം ശിവശങ്കരൻ, S ശശിധരൻ അറക്കൽ, ഷാജിമോൻ, പ്രസാദ് പേരേത്തറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. തുറവൂർ പറയകാട് നാലുകുളങ്ങര ക്ഷേത്രത്തിന്റെ ഓഡിറ്റ് ചെയ്ത കണക്കും വരും വർഷത്തെ കരട് ബഡ്ജറ്റും അവതരിപ്പിച്ചു. തുറവൂർ പറയകാട് നാലുകുളങ്ങര ദേവസ്വത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മാർച്ച് 30 ഞായറാഴ്ച രാവിലെ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തിക്കുന്നതിന്റെ കിഴക്ക് ഭാഗത്തായി 11 സെന്റ് ഭൂമി അത് വാങ്ങിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വാർഷിക പൊതുയോഗം കൂടുന്ന സന്ദർഭത്തിൽ 5 ലക്ഷം രൂപ അതിനുവേണ്ടി അഡ്വാൻസ് കൊടുത്തിരുന്ന വിവരം അന്ന് ധരിപ്പിച്ചിരുന്നു. ആ ഭൂമി നളിനി മുകുന്ദന്റെ ആ ഭൂമി 31,31,000 ചില്ലാനം രൂപ മുടക്കി തീരാധാരം വാങ്ങിയ വിവരം സന്തോഷപൂർവ്വം ഈ യോഗത്തെ അറിയിച്ചു. 2024 ഓഡിറ്റ് ചെയ്ത കണക്കും പ്രവർത്തന റിപ്പോർട്ടും 2025 വർഷത്തെ കരട് ബഡ്ജറ്റും ദേവസ്വം സെക്രട്ടറി പ്രകാശൻ വിശദീകരിച്ചു. ദേവസ്വം കമ്മിറ്റി അംഗം സുഭാഷ് പാടത്ത സ്വാഗതവും PT തങ്കച്ചൻ നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ഓംകാരേശ്വരം ശ്രീരാമ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുണർദം പൂയം ആറാട്ട് മഹോത്സവത്തിന് തൃക്കൊടിയേറി. ചേർത്തല ഓംകാരേശ്വരം ശ്രീരാമ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പുണർദം പൂയം ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 30 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് MRS മണിയൻ പത്മാലയത്തിന്റെ വസതിയിൽ നിന്ന് കൊടിക്കയർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് 6:30 ദീപാരാധനയും ദീപക്കാഴ്ചയും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി വൈശാഖ് തന്ത്രികളുടെ സഹകാർമ്മികത്വത്തിലും തൃക്കൊടിയേറ്റ് കർമ്മം നടന്നു. തുടർന്ന് കൊടിയേറ്റ് സദ്യ, ഉപാസന ബ്രദേഴ്സിന്റെ ഭക്തിഗാന സുധ എന്നിവയും നടന്നു. ദേവസ്വം പ്രസിഡന്റ് NR സുരേന്ദ്രൻ നികർത്തിൽ, ദേവസ്വം സെക്രട്ടറി V സുഭാഷ് കൈതവളപ്പിൽ, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സാബു വിജയൻ പൊത്തപ്പുറത്ത്, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി R മനോഹരൻ കണ്ണാട്ടുവാതുക്കൽ, യുവജന സമിതി പ്രസിഡന്റ് M മനോജ് ചാലിൽ, യുവജന സമിതി സെക്രട്ടറി അജിത് കുമാർ നികർത്തിൽ, മഹിളാ സമാജം പ്രസിഡന്റ് അരിത ഷൈബൻ പത്മാലയം, മഹിളാ സമാജം സെക്രട്ടറി സൗമ്യ സജീവ്, സൽപ്രിയ നിവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 6 ഞായറാഴ്ച പൂയം ആറാട്ട് മഹോത്സവത്തോടുകൂടി തിരുവുത്സവം സമാപിക്കും. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല തണ്ണീർമുക്കം കൊല്ലന്തറ യക്ഷി ഗന്ധർവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ഭക്തിസാന്ദ്രമായി. തണ്ണീർമുക്കം കൊല്ലന്തറ യക്ഷി ഗന്ധർവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ഭക്തിസാന്ദ്രമായി. ഗണപതി വിഗ്രഹ പ്രതിഷ്ഠ, ആദിഗുരുനാഥന്റെ ആലയ സമർപ്പണം എന്നിവയും ഇതോടൊപ്പം നടന്നു. ക്ഷേത്രം തന്ത്രി B കലാധരന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മേൽശാന്തി അഖിൽ ശാന്തി സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് KS സുനിൽ കൃഷ്ണവിലാസം, സെക്രട്ടറി ഇൻചാർജ് KR രാമചന്ദ്രൻ കൊല്ലന്തറവളി, സ്വാഗത സംഘം ചെയർമാൻ K സോമൻ ഇടക്കരിയിൽ, ജനറൽ കൺവീനർ UB സോമൻ ഉമാപറമ്പ, ട്രഷറർ R കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയതാണ് ഈ ക്ഷേത്രം. ആഴ്വാഞ്ചേരി മനയുമായി അടുത്ത ബന്ധമുള്ള ഐതിഹ്യമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനത്ത് ആരംഭത്തിൽ 4 കെട്ടാണ് ഉണ്ടായിരുന്നത്. യക്ഷി ഗന്ധർവ ചൈതന്യമുള്ള അറപ്പുര ഒഴികെയുള്ള ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി അറപ്പുരയാണ് പിന്നീട് പ്രധാന ശ്രീകോവിലായി പരിണമിച്ചത്. ഭദ്രകാളി, ഗണപതി, ആദിഗുരുനാഥൻ എന്നിവരാണ് പ്രധാന ഉപദേവതമാർ. ഉത്സവം ഏപ്രിൽ 2 സമാപിക്കും. ടൈം ന്യൂസ്
ചേർത്തല പള്ളിപ്പുറം പള്ളിത്തറ കുടുംബ ധർമ്മദൈവ ട്രസ്റ്റിന്റെ കീഴിലുള്ള കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കും. ചേർത്തല പള്ളിപ്പുറം പള്ളിത്തറ കുടുംബ ധർമ്മദൈവ ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കും. ഏപ്രിൽ 9 ബുധനാഴ്ച രാവിലെ 9 മണിക്കും 10 ഇടയ്ക്കുള്ള ഇടവം രാശി മുഹൂർത്തത്തിൽ വൈക്കം മനപ്പള്ളിയിലെത്ത ബ്രഹ്മശ്രീ ദിബു വിശ്വനാഥൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തുക. ഒന്നാം ദിവസമായ ഏപ്രിൽ 7 തീയതി രാവിലെ 6 മുതൽ ആചാര്യവരണവും ഗണപതി ഹോമം, ത്രികാല പൂജ, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, അഘോര ഹോമം, ഉപദേവന്മാരുടെ പൂജകൾ തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടക്കും. വൈകുന്നേരം 4 മുതൽ ഭഗവതി സേവ, പരദേവതാ പൂജ, ആവാഹനം, സ്ഥലശുദ്ധി, ജലാധിവാസം എന്നിവയും നടക്കും. രണ്ടാം ദിവസമായ 8 തീയതി പതിവ് പൂജകളും തുടർന്ന് വൈകിട്ട് 4 മുതൽ ഭഗവതി സേവ, പരദേവതാ പൂജ, ആവാഹന, സ്ഥലശുദ്ധി, ജലാധിവാസവും നടക്കും. മൂന്നാം ദിവസമായ 9 തീയതി രാവിലെ 6 മുതൽ പതിവ് പൂജകൾക്ക് ശേഷം ഉപദേവന്മാരുടെ പ്രതിഷ്ഠകളും തിരുലപ്പാണി ബിംബകലശാദികൾ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കലും തുടർന്ന് പീഠപ്രതിഷ്ഠയും നടക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ CS പള്ളിത്തറ, സെക്രട്ടറി ബിജുമോൻ BR ബ്രാഹ്മണശ്ശേരിൽ, ഖജാൻജി അനീഷ് കുമാർ BG ബ്രാഹ്മണശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുണ്യം പെയ്തിറങ്ങുന്ന റമദാൻ മാസത്തിലെ 1 മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ടൈം ന്യൂസിന്റെ ഈദ് ആശംസകൾ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നാടെങ്ങും ശുചിത്വ പ്രഖ്യാപനം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും പ്രഖ്യാപനങ്ങൾ നടന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പുഴ തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. യോഗ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ആദരവൊരുക്കുന്ന മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥം SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ആര്യാട് ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ.